കണ്ണ് ചിലപ്പോൾ തുറന്ന് കുഞ്ഞിങ്ങനെ വാ പൊളിച്ചിരിക്കും, ഒരു ചുമക്കാൾ ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഒന്നെങ്കിൽ പാൽ കുടിക്കാൻ മാത്രമല്ല മുട്ടിലിരുന്ന് പ്രായമാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കസാരയോ കട്ടിലോ എന്തെങ്കിലും എടുത്ത് സ്ട്രോങ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നേരെ തിരിക്കണം. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെത്തിയാൽ നമ്മൾ നിർബന്ധമായി സന്ദർശിക്കേണ്ട ഒരു സ്റ്റാളാണ് കേരള ഫയർഫോഴ്സിൻ്റെ സ്റ്റാള്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇവർ പകർന്നു നിൽക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അത് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് വേറെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. അത് വേറെ പാല് കയറുക സംഭവമൊക്കെ ഒന്നെങ്കിൽ തീരെ കുഞ്ഞാണെങ്കിൽ അത് രണ്ട് തരത്തിൽ ചോക്കിംഗ് ഉണ്ട്. പാർഷ്യൽ ചോക്കിംഗ് ഉണ്ട്, ഫുൾ ചോക്കിംഗ് ഉണ്ട്. പാർഷ്യൽ ചോക്കിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുഞ്ഞിന് ചിലപ്പം പാല് കയറുമ്പോൾ എയർ കയറുന്ന ഒന്നെങ്കിൽ ഇങ്ങനെ തോളിലിട്ടിട്ട് വയറ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ നല്ല ഇങ്ങനെ അടിക്കരുത്, ഇങ്ങനെ അടിച്ചു വിടുക. അത് പാർഷ്യൽ ചോക്കിങ്ങിന്. ഇനി ഫുൾ ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞും പറയത്തില്ല. ഫുൾ ചോക്കിങ്ങിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾ ചോക്കിന് പറ്റുന്ന പറയാൻ പറ്റത്തില്ല. അതിനൊരു സൈനുണ്ട്. കുഞ്ഞിൻ്റെ കണ്ണ് ചിലപ്പോൾ തുറന്ന് കുഞ്ഞിങ്ങനെ വാ പൊളിച്ചിരിക്കും, ഒരു ചുമക്കാൾ ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഒന്നെങ്കിൽ പാൽ കുടിക്കാൻ മാത്രമല്ല മുട്ടിലിരുന്ന് പ്രായമാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കസാരയോ കട്ടിലോ എന്തെങ്കിലും എടുത്ത് സ്ട്രോങ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നേരെ തിരിക്കണം. തിരിച്ചിട്ട് കുഞ്ഞ് താഴെ പോകാതിരിക്കാൻ വേണ്ടി കാല് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാതെ ഇങ്ങനെ തെന്നി തിരിയുന്ന രീതിയിൽ ഒരു 5 തവണ സ്ലാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇറങ്ങി വരും. ഒരു കാരണവശാലും കൈയിട്ട് നമ്മൾ ഉള്ളിലെ ആ പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കരുത്. ചെയ്യുന്നു കസാര വേണമായിരിക്കും. ശരി, ഇങ്ങനെ അതെ. ആദ്യം കയ്യിൽ വലത്തെ കൈ പിടിക്കണം, എന്നിട്ട് തിരിച്ചിങ്ങനെ, അതായത് ഇരിക്കല്ലേ കുഞ്ഞ്, തിരിച്ചിങ്ങനെ പിടിക്കുക. ചിന്തി ഒന്നിങ്ങനെ പിടിക്കുന്നു, തിരിക്കുന്നു, നെക്സ്റ്റ് വാങ്ങി പിടിക്കുന്നു, ചെറുതാനും ചേർത്ത് പിടിക്കുന്നു. ചിന്നി താന്ന് വെക്കണം, എന്നാലും ഇതറിഞ്ഞു ചിന്നിങ്ങനെ കുറച്ച് താഴോട്ട് അങ്ങനെ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ പതുക്കെ 2 വിരൽ CPR സാധാരണ സംഭവിക്കുന്ന വെച്ചാൽ കൊടുക്കുന്ന സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ ഒരാൾ വെള്ളത്തിൽ അകപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുക. ഈ സാഹചര്യം നമ്മൾ ഹൃദയം നിലച്ചു പോകും. ഇനി ഹൃദയം നിലച്ചു പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡാണ് CPR എന്ന് പറയുന്നത്, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ CPR കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുക, ഇപ്പോൾ ചേച്ചി യാത്ര ചെയ്യുമ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടിൽ ഒരു മനുഷ്യൻ കുഴഞ്ഞു വീഴും. അപ്പോൾ ഒരിക്കലും നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തിന് ഹൃദയം നിലച്ചു പോയിട്ടാണ് വീഴുന്നതെന്ന്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓടിച്ചെന്ന് CPR കൊടുക്കുമല്ല, നമ്മൾ ആദ്യമേ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അയാളെ മാറ്റിക്കിടത്തി. ഇപ്പോൾ റോഡിലൊക്കെ വീഴുന്നെങ്കിൽ സേഫ് ആയിട്ടുള്ള അടുത്തേക്ക് ഇങ്ങനെ മാറ്റിക്കിടത്തിയ ശേഷം നമുക്ക് അറിയത്തില്ല CPR ഹൃദയം നിലച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിളിച്ച് എഴുന്നേക്കുമെന്ന് അറിയാൻ വേണ്ടി നല്ല ഫോഴ്സ് ചെയ്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തോടെ ചേച്ചി എന്ന് പറഞ്ഞ് തട്ടി വിളിക്കണം. അപ്പോൾ എഴുന്നേറ്റില്ല എന്ന് കണ്ടപ്പോൾ റെസ്പോൺസ് ഇല്ല കണ്ടപ്പോൾ തന്നെ ഉടനെ അടുത്ത ആൾക്കാർ കൂടി നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ചേച്ചി കൂടെ ആയാലും ഉണ്ടായിരിക്കും. എന്നിട്ട് ഉടനെ എന്നെ ചെയ്യണം, അവരോട് പറയാം ആംബുലൻസ് വിളിക്കുക, ഇയാൾക്ക് അബോധാവസ്ഥയിലാണ്, വിളിക്കാൻ പറയണം. അപ്പോൾ ഒരു ഹെൽപ്പിന് ആളെ വിളിച്ച് പറയണം. അതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന് പൾസോ ബ്രീത്തൊക്കെ ഉണ്ടോ നോക്കാൻ പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എയർവേ ഓപ്പൺ ആക്കി വെക്കണം. ഫസ്റ്റ് എയർവേ ഓപ്പൺ ആക്കുന്ന വെച്ചാൽ ഈ ചിന്നിങ്ങനെയില്ലേ ലിഫ്റ്റ് ചെയ്യണം, മുകളിലേക്ക് ഹെഡ് ടിൽറ്റ് ചെയ്യണം. അങ്ങനെ എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ കാണുമല്ലോ. ചിലപ്പോൾ കുഴഞ്ഞു വീഴുന്ന സമയങ്ങളിൽ നാക്ക് ഉള്ളിലേക്ക് അകപ്പെട്ട് പോയപ്പോൾ ചിലപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ പറയുന്നത്. അങ്ങനെ എയർവേ ഓപ്പൺ ആക്കി വെച്ചാൽ സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ഉണ്ടോ നോക്കണം. ബ്രീത്ത് ഉണ്ടോ നോക്കാം 3 രീതി നോക്കാം. LLF ലുക്ക്, ലിസൺ, ഫീൽ. നമുക്ക് ലുക്ക് ചെയ്യുന്ന എങ്ങനെ പറ്റും, ഒരാളെ കാണുമ്പോൾ അറിയാം ബ്രീത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്. എങ്ങനെ വയറ് പൊങ്ങുക താങ്ങുക ചെയ്യുന്നുണ്ടോ നോക്കാം, ഇല്ല എന്ന് കണ്ടു. ഇനി അടുത്ത രണ്ടെന്ന് വെച്ചാൽ ലിസൺ ചെയ്യാം. ഈ ശ്വാസം എടുക്കുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ സാധിക്കും ഇങ്ങനെ ചെവി വെക്കുമ്പോൾ, അതും കേട്ടില്ല. പിന്നെ മൂന്നാമത്തെ കേസ് ഫീൽ ചെയ്യുക. ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിൽ നിന്ന് നമ്മുടെ ഇവിടെ കവിളൊരു ചെറിയ തണുപ്പ് വരും, നമുക്ക് ഫീലും കിട്ടിയില്ല. അപ്പം മനസ്സിലായി ദേഹത്തിന് ബ്രീത്ത് ഇല്ല എന്ന്. ഇനി അടുത്ത പൾസ് നോക്കാം. 2 രീതി നോക്കാം. കാരോട്ടിഡ് പൾസ് നോക്കാം, റേഡിയൽ പൾസ് നോക്കാം. അപ്പം നമ്മളിങ്ങനെ കാരോട്ടിഡ് പൾസ് പോസിബിൾ നോക്കുന്നത് അത് നോക്കി. അപ്പം പൾസ്, ബ്രീത്ത് എന്നിവ ഇല്ലതിന് ശേഷം അപ്പം തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും ചെക്ക് ചെയ്യുന്നത് വളരെ മിനിറ്റുകൾക്കുള്ളിൽ, പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ.
അന്ന് വെച്ച് ഇനി അടുത്ത സ്റ്റേജ് CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പൊസിഷൻ എവിടെയാണെന്ന് നോക്കണം. കൊടുക്കണ്ടേ കംപ്രഷൻ ചെയ്യുന്നത് കൊടുക്കുക. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നിപ്പിൾ ടു നിപ്പിൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. നിപ്പിൾ ടു നിപ്പിൾ എടുക്കുക, ആ സെൻട്രൽ പോർഷൻ എടുക്കാം. ഇൻ കേസ് ഫീമെയിൽ ആണെങ്കിൽ ഇത് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്സിൻ്റെ അവിടുന്ന് 4 വിരൽ വെച്ച് അതിൻ്റെ മുകളിൽ കിട്ടും. ആ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. എങ്ങനെ കംപ്രഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 30 കംപ്രഷനും 2 റെസ്ക്യൂ ബ്രീത്താണ്. പക്ഷെ ഇപ്പം നമ്മൾ കൊറോണയ്ക്ക് ശേഷം റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാറില്ല, കംപ്രഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ കംപ്രഷൻ ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ പവർ ഹാൻഡ് ആയി എടുക്കണം. ഈ പവർ ഹാൻഡിൽ മറ്റേ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ ഒരു വശം വെച്ചാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പം നമ്മൾ 30 തവണയെന്ന് പറഞ്ഞു. അത് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 10, വീണ്ടും 1 2 3 20, വീണ്ടും 1 2 3 30. കാരണം നമ്മൾ 11 12 എണ്ണുമ്പോൾ ആ ടൈമിൽ വേരിയേഷൻ വരും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 1 2 3 10 എണ്ണുന്നത്. നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ കൈമുട്ട് മടങ്ങാതെ പൊസിഷൻ കണ്ടുപിടിച്ച് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10, 1 2 3 4 5 6 7 8 9 20, 1 2 3 4 5 6 7 8 9 30. ഇനി കംപ്രഷൻ കൊടുത്തു, ഒരു 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ 2 സെക്കൻഡ് നമ്മൾ നേരത്തെ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നത്. റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എയർവേ ഓപ്പണാക്കി വെച്ചിരിക്കുവാണല്ലോ, നോസ് അടച്ച് പിടിച്ചിട്ട് വായിലൂടെ ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, മൗട്ട് ടു മൗട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കർച്ചീഫ് എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെയും കൊടുക്കാം. ഇപ്പം കൊറോണയ്ക്ക് ശേഷം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ 2 സെക്കൻഡ് വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതേ സൈക്കിൾ തന്നെ, അതായത് 30 കംപ്രഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ കംപ്രഷൻ നിർത്താം. എപ്പോഴൊക്കെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് വെച്ചിരിക്കുവാണല്ലോ, ആ ആംബുലൻസ് വരുമ്പോൾ നമുക്കിത് നിർത്താം. ആംബുലൻസിലേക്ക് ഒരു സമയമുണ്ടല്ലോ. കയറ്റിയ ശേഷം ആൾ എഴുന്നേറ്റില്ലെങ്കിൽ വീണ്ടും കംപ്രഷൻ കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും കംപ്രഷൻ വേണ്ട കേട്ടോ. ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്രഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചു, അതിന് ശേഷം നമുക്ക് നിർത്താം. ഇൻ കേസ് വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ കംപ്രഷൻ നിർത്താം. അതായത് നമ്മൾ നല്ല ഫോഴ്സിൽ ഇത് കൊടുക്കുന്നത് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററോളം ഇത് പ്രസ് ചെയ്യുമ്പോൾ താഴേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ടയേർഡാവും. നമ്മൾ ടയേർഡായി കഴിഞ്ഞാൽ ഒരിക്കലും കംപ്രഷൻ കൊടുക്കാൻ പാടില്ല. അത് നമുക്കും കേടാ, കൊടുക്കുന്ന ആൾക്കും അത് കേടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൊടുക്കരുത്. അപ്പം നമ്മൾക്ക് ടയേർഡായി കഴിഞ്ഞാൽ ഉടനെ അവിടെ കംപ്രഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് അഡൾട്ടിൻ്റെ കേസിൽ ചോക്കിങ് സംഭവിച്ചാൽ. ഇനി ചൈൽഡിനാണെങ്കിൽ ഇതേ പറഞ്ഞ കാര്യം തന്നെ, പക്ഷേ 2 ഹാൻഡിന് ആവശ്യമില്ല. പവർ ഹാൻഡ് എടുക്കും, കൈമുട്ട് മടങ്ങാതെ ഒരു കൈ കൊണ്ട് മാത്രം ഇങ്ങനെ 30 തവണ കംപ്രഷൻ ചെയ്യുക. ഇനി ഇൻഫൻ്റ് ആണെങ്കിൽ 1 വയസ്സിന് താഴെയാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് 2 വിരൽ കൊണ്ട് മാത്രം കംപ്രഷൻ ചെയ്യാം. ഇങ്ങനെ അത് ചെയ്യുന്നു. ശരിക്കും ചെയ്യേണ്ടത് വെച്ചാൽ നിലത്ത് കിടത്തി പേഷ്യൻ്റ് വലതുവശത്ത് വരുന്ന രീതിയിലാണ്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. നിലത്ത് കിടത്തി പേഷ്യൻ്റ് വലതുവശത്തൊന്ന് മുട്ടുകുത്തിയിരിക്കേണ്ടത് നമ്മൾ. ആവശ്യം ഈ ഒരു വശം കൊണ്ട് ഇങ്ങനെ പിടിക്കരുത്. കൈ അഞ്ജു മേഡമാണ് ഇപ്പോൾ ആളുകൾക്ക് ഈ CPRനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തത്. മേഡം, പലപ്പോഴും ജീവിതത്തിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതും എന്നാൽ ചില സമയങ്ങളിൽ അറിയാതെ പോകുന്നൊരു കാര്യമാണ് CPR കൊടുക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം പ്രോപ്പറായിട്ടൊരു ക്ലാസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് CPR കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പരമാവധി നമുക്ക് രക്ഷപ്പെടുത്താവുന്ന കേസുകളാണ് CPR കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് മിനിറ്റുകൾക്കുള്ളേ ഉള്ളൂ. ആ സെക്കൻഡിൽ നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മളവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഒരു അവയർനെസ് പൊതുജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കാവുന്നേ ഉള്ളൂ. CPRും ചോക്കിങ് അതുപോലെ തന്നെ. ഇതിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ചോക്കിങ്ങിൻ്റെ കേസിൽ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ വരുന്നത്. കാരണം പൊടിക്കുഞ്ഞുങ്ങൾ ഈ മുട്ടിലെഴുന്ന പ്രായത്തിലുള്ള പിള്ളേർ ഓരോ പ്രൊഡക്റ്റൊക്കെ വായിലിടുമ്പോൾ അതെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മമാർ വരുന്നത്. അപ്പം ഒരുപാട് എല്ലാം വന്ന് അത്യാവശ്യം ഇവിടെ വരുന്ന എല്ലാ ജനങ്ങളും തന്നെ എല്ലാവരും അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും തന്നെ ചോക്കിങ്ങും CPRും ചോദിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് യുവജനങ്ങളാണ് CPRനെ പറ്റി അറിയാൻ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിഞ്ഞെങ്കിൽ പോലും നമുക്ക് ചില സാഹചര്യങ്ങൾ പേടി മുഖേന ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് CPR എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അമ്മയെ സംബന്ധിച്ചുള്ളൊരു കുഞ്ഞിനൊന്ന് ചോക്കിങ് സംഭവിക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അവരെ ആദ്യമേ നിങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊരു അവയർനെസ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അവരുടെ ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വലിയ അറിവാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന നിർബന്ധമായിട്ട് മേഡം നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, മേഡം
ഭംഗിയായിട്ട് ആളുകൾക്ക് ഈ അറിവ് പകർന്നു നൽകുന്നതാണ്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഫയർഫോഴ്സിൻ്റെ സ്റ്റാളിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ കൂടുതൽ ചെയ്യും. സാറേ, ഒരു വിശാലമായൊരു സ്റ്റാളാണ്, നിരവധി ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് ഉപകാരമായിരുന്നു. ഈ പ്രധാനമായും നമ്മൾ ആളുകൾ കാണുന്ന സാധനമാണ് ഈ ഉപകരണം. പക്ഷേ പലർക്കും ഇത് ഈ ഉപയോഗിക്കാൻ അറിയില്ല. ഇതൊന്ന് പറഞ്ഞു തരാമോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? ഇത് ഫയർ എക്സ്റ്റിങ്വിഷറാണ്. ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ, വലിയ വലിയ ബിൽഡിങ്ങുകളിൽ, സ്കൂളുകളിൽ, ഹോസ്പിറ്റലുകളിലൊക്കെ സാധാരണ കാണാറുള്ള ഒരു ഉപകരണമാണ്. പക്ഷേ അവിടെയുള്ള സ്റ്റാഫിനോ അവിടെ വരുന്നവർക്കോ ഒരു 80% പേർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാറില്ല. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തീയുടെ, അതായത് ഒരു അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് അഗ്നിബാധ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫയർ എക്സ്റ്റിങ്വിഷർ. വലിയൊരു ഫയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കേണ്ടത് അറിഞ്ഞിരിക്കണം. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 5 അടി ദൂരം മാറുന്നതുകൊണ്ട് പാസ് എന്ന് പറയുന്ന രീതിയിലാണ്, മെത്തേഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പാസ് എന്ന രീതിയാണ് ഞങ്ങളിത് പറഞ്ഞു കൊടുക്കുന്നത്. പാസ് പി എന്ന് പറഞ്ഞാൽ പുൾ ദ പിന്നാണ്, ഇവിടെ പിന്ന് ഉരുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിം ടു ദ ബേസ് ഓഫ് ഫയർ, അതാണ് PA. അടുത്ത എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്ക്യൂസ്, പ്രസ് ചെയ്യുക, സ്ക്യൂസ് ആണ്. അടുത്തത് സ്വീപ്പാണ്, സ്വീപ്പ് ചെയ്യുക. അങ്ങനെ പാസ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ എക്സ്റ്റിങ്വിഷറുകൾ ഉപയോഗിക്കേണ്ട രീതി പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ അഗ്നിബാധ ഉണ്ടാകുന്ന സമയത്ത് ഫയർഫോഴ്സ് വാഹനത്തിൽ നിന്നും ഹോസ് വഴി വെള്ളം പമ്പ് ചെയ്ത് ഈ ബ്രാഞ്ച് വഴിയാണ് നമ്മൾ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ആകർഷണം തോന്നിയൊരു കാര്യമാണ്, നമുക്ക് അങ്ങോട്ട് നടക്കാം ക്യാമറ. അതായത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഈ നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ജലാശയങ്ങളിൽ അപകടങ്ങൾ, ജലാശയങ്ങളിൽ ആൾക്കാരെ മുങ്ങി മരണം അല്ലെങ്കിൽ ജലാശയങ്ങളിൽ അപകടത്തിൽ ആൾക്കാരകപ്പെടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇതാണ് സ്കൂബ എന്ന് പറയുന്നത്. സ്കൂബ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ് എന്നാണ് സ്കൂബയുടെ ഫുൾ ഫോം. ഇത് സ്കൂബ സ്യൂട്ടാണ്. ഇത് അതിൻ്റെ സിലിണ്ടർ, ഇത് അതിൻ്റെ മാസ്ക്. ഈ സിലിണ്ടറിൽ നിന്നും വായു ഈ ട്യൂബ് വഴി മാസ്കിലേക്ക് എത്തിയാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതതിൻ്റെ ഇതിലൊരു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ വേനലവധിയാണ്, കുട്ടികളൊക്കെ പലപ്പോഴും നദികളിലൊക്കെ പോയി ചാടാൻ ചാൻസ് ഉണ്ട്. അവരോട് എന്താണ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു ജലാശയങ്ങളിൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിലുള്ള ഈ ട്രാഫിക് ഗതാഗത സംവിധാനങ്ങൾ ഇതിൽ കൂടെ എത്തിച്ചേരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10, 20, 30 മിനിറ്റോളം, എത്ര അടുത്താണെങ്കിൽ പോലും സമയമെടുക്കും. നമ്മൾ ജലാശയത്തിൽ പോകുന്ന ഒരാൾ ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും വെള്ളത്തിനടിയിൽ കിടക്കത്തില്ല. അപ്പോൾ അത് മാത്രമല്ല, പലപ്പോഴും ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ട് കൂടെ വരുന്നവർ ഇത് രക്ഷിക്കാൻ വേണ്ടി പോയിട്ടാണ് പലപ്പോഴും ഒന്നിലധികം അപകടങ്ങളുണ്ടാകുന്നത്. ആദ്യം ഒരാൾ പോകുന്നു, പിന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ പിന്നെ അടുത്ത ആൾ പോകുന്നു, പിന്നെ പുറകെ അങ്ങനെയാണ് 3-4 പേര് ഒരേ സമയം അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടികളടുത്ത് പറയാനുള്ളത്, പരമാവധി ജലാശയങ്ങളിൽ നീന്തൽ അറിയാത്ത ആൾക്കാർ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇറങ്ങുകയാണെങ്കിൽ തന്നെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം ഇറങ്ങാനൊക്കെ. 3 മിനിറ്റിൽ കൂടുതൽ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? 3 മിനിറ്റ് തന്നെ വളരെ അപൂർവമായിട്ടാണ്. ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവർ രക്ഷപ്പെടുന്നത് വളരെ അപൂർവമാണ്. അപ്പം അല്ലെങ്കിൽ നീന്തൽ അറിയാവുന്ന ആൾക്കാരെ അടുത്തുണ്ടാവണം. അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞങ്ങൾ തന്നെ ജലാശയ അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വളരെ അപൂർവമായിട്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൂടുതലും മരണപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. പിടിച്ച അവസ്ഥയും കൂടിയാണ്. തീർച്ചയായിട്ടും കൂടുതൽ 25 വയസ്സിൽ താഴെയുള്ള ഈ പത്തനംതിട്ട ഫയർ സ്റ്റേഷൻ്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കുറഞ്ഞൊരു 10-30-ലധികം 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നമ്മൾ പരിചയമില്ലാത്ത നദികളിൽ ഇറങ്ങാതിരിക്കുക, നീന്തൽ അറിയാത്തവർ ഇറങ്ങാതിരിക്കുക. കാരണം സാറ് തന്നെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്, 25ഓളം ആളുകളുടെ മൃതശരീരം എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. സാർ, ഇതിൻ്റെ കൂടുതൽ ഉപകരണങ്ങൾ നമ്മൾ ഇതിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ വളരെ പെട്ടെന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വന്ന് അവർ കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയധികം ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലുമുണ്ട് ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എനിക്കൊരു കൗതുകം തോന്നി, നമ്മൾ അധികം കണ്ടിട്ടുള്ള ഒരു യൂണിഫോം ഉണ്ട്. ഇതും ഫയർഫോഴ്സിൻ്റെ യൂണിഫോം തന്നെയാണ്. ഇത് അതെ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ സംഘത്തെ നമ്മളിപ്പോൾ ഫയർഫോഴ്സിൽ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതായത് പർവ്വതങ്ങളിലും ദുർഘടമായ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സംഘമാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, STF. അവരുടെ യൂണിഫോമാണ് ഇത്.
അവർ ഓരോ ജില്ല കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അക്കാഡമി, നമ്മുടെ ഫയർ സർവീസ് അക്കാഡമിയിലാണ് അവരുടെ ലീൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്കിലും ഓരോ ജില്ലയിലും അവരെ വിന്യസിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഇതുണ്ട് സിവിൽ ഡിഫൻസ്. ഇപ്പോഴിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഫയർഫോഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ. ചേട്ടാ നമസ്കാരം. ഈ ഫയർഫോഴ്സിനോടൊപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ട്? അതെ, ഞങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് ഞങ്ങൾക്കുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഏത് വയനാട് ദുരന്തങ്ങളൊക്കെയും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഏതൊരു സമയത്തും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കൂടെ അവരോട് തോളോട് ചേർന്ന് ഞങ്ങൾക്ക് പ്രവർത്തിപ്പാനാണ് ഞങ്ങളുടെ സേനയാക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ എക്യുപ്മെൻസും ഞങ്ങളുടെ ഡെസ്ക് മേലിലുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് നമ്മളെല്ലാം ഫുള്ള് അല്ലേ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അതിൻ്റെ ട്രെയിനിങ് ഞങ്ങൾക്ക് സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യം ഞങ്ങൾ പ്രവർത്തിപ്പാനും ഓരോ കോൾ വരുമ്പോഴും അവരുടെ കൂടത്ത് പോയി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാനും, അതായത് നമ്മുടെ നാടിൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇത് പറയുമ്പോൾ ഞാനും വയനാട് റിപ്പോർട്ടിങ്ങിനുണ്ട്. എന്നാൽ ഈ ഫയർഫോഴ്സിൻ്റെ ഒപ്പം നിന്ന് എല്ലാ ദുർഘട മേഖലയിലും ഈ സിവിൽ ഡിഫൻസ് ടീം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് വനിതകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഇല്ലേ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ സേവനമാണ് കേരള സിവിൽ ഡിഫൻസ് ടീം. നമ്മൾ 2018 പ്രളയത്തിന് ശേഷം തോന്നില്ലേ സിവിൽ ഡിഫൻസ് ടീമിൻ്റെ രൂപീകരണം ഇല്ലേ. അത്തരമൊരു വലിയ പ്രവർത്തനമാണ്. എന്തായാലും ഈ ഫയർഫോഴ്സ് സേനയുടെ സ്റ്റോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായി കാണേണ്ടതാണ്. ഇവിടെ വന്ന ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് നേടുന്നത് നമ്മുടെ മാത്രമല്ല, നമുക്കൊരു പക്ഷേ നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാനും സഹായകരമാകും. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.